മലയാള ദൃശ്യമാധ്യമ രംഗം ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും എന്നാൽ അത്യധികം സങ്കീർണവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേവലം വാർത്തകൾക്കപ്പുറം ചാനലുകളുടെ നിലനിൽപ്പും റേറ്റിംഗ് പോരാട്ടവും ഒരു ഗെയിം ഓഫ് ത്രോൺസ് പോലെ ആവേശകരമായി മാറിക്കഴിഞ്ഞു. പുതിയ സംരംഭമായി ബിഗ് ടി വി വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ മുൻനിര ചാനലുകളുടെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ പുറത്തുവന്ന 2026 അഞ്ചാം വാരത്തിലെ ബാർക്ക് റേറ്റിംഗ് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടായാലും മലയാളികൾക്കിടയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനുള്ള സ്വാധീനം ഇപ്പോഴും തകർക്കാനാവാത്തതാണെന്ന് ഏറ്റവും പുതിയ റേറ്റിംഗ് തെളിയിക്കുന്നു. 90 പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ബിഗ് ടി വിയുടെ വരവിനെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ നേരിടുന്ന ചാനലാണ്. പ്രമുഖ അവതാരകരൊന്നും ചാനൽ വിട്ടുപോകാത്തത് അവർക്ക് അനുകൂല ഘടകമാണ്. എന്നാൽ കൊച്ചി ബ്യൂറോ ചീഫായിരുന്ന ജോഷി കുര്യനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ ബിഗ് ടി വിയിലേക്ക് ചേക്കേറിയത് ഏഷ്യാനെറ്റിന്റെ പ്രാദേശിക വാർത്താ ശേഖരണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. എങ്കിലും കൃത്യമായ വാർത്താ ശൈലിയും വിപുലമായ ശൃംഖലയും ഏഷ്യാനെറ്റിനെ ഇപ്പോഴും ബിഗ് ബ്രദറായി നിലനിർത്തുന്നു. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞത് റിപ്പോർട്ടർ ടി വിയാണ്. ചാനലിന്റെ ഐഡന്റിറ്റിയായി മാറിയ സുജയ പാർവതി ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര തന്നെ ബിഗ് ടി വിയിലേക്ക് മാറിയത് ചാനലിനെ തളർത്തുമെന്ന് കരുതിയിരുന്നു. എന്നാൽ റേറ്റിംഗിൽ 73 പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് നിലനിർത്താൻ അവർക്ക് സാധിച്ചു എന്നത് വിസ്മയകരമാണ്. റിപ്പോർട്ടർ ടി വിയുടെ മാനേജ്മെന്റ് പുതിയ സാങ്കേതിക വിദ്യയും വേഗത്തിലുള്ള വാർത്താ അവതരണത്തിലും നൽകുന്ന ശ്രദ്ധയാണ് ഈ നേട്ടത്തിന് പിന്നിൽ. മുൻനിര അവതാരകർ പോയെങ്കിലും നിലവിലുള്ള ടീമിനെ വെച്ച് റേറ്റിംഗിൽ വിള്ളൽ വീഴാതെ നോക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ ബിഗ് ടി വി സംപ്രേഷണം ആരംഭിക്കുമ്പോൾ ഈ പ്രേക്ഷകർ അവിടെ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഒരു കാലത്ത് ഏഷ്യാനെറ്റിന് തൊട്ടുപിന്നിൽ വലിയ വെല്ലുവിളിയായി നിന്നിരുന്ന 24 ന്യൂസിന് ഇപ്പോൾ ആ പഴയ പ്രതാപം നിലനിർത്താൻ കഴിയുന്നില്ല എന്നതും വാസ്തവമാണ്. 48 പോയിന്റുകളുമായി അവർ മൂന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടറുമായി നോക്കുമ്പോൾ വലിയൊരു ഗ്യാപ്പ് അവിടെയുണ്ട്. മറ്റ് ചാനലുകളുടെ കൂടുമാറ്റങ്ങൾ 24നെ നേരിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പരിപാടികളുടെ ഫോർമാറ്റുകളിൽ പ്രേക്ഷകർക്ക് വന്ന മാറ്റമാകാം ഈ ഇടിവിന് കാരണം. പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ നാലാം സ്ഥാനത്തുള്ള മനോരമ ഇവർക്ക് വലിയ ഭീഷണിയായേക്കാം. മലയാളത്തിലെ ഏറ്റവും പഴക്കമേറിയതും വിശ്വസനീയമായ ബ്രാൻഡുകളായ മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും ഇപ്പോൾ അതിശക്തമായ മത്സരത്തിലാണ്. മനോരമ ന്യൂസ് 4ാം സ്ഥാനത്താണെങ്കിലും 5ാം സ്ഥാനത്തുള്ള മാതൃഭൂമിയുമായി വെറും 1 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാതൃഭൂമി ന്യൂസ് പഴയ പ്രൗഢി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ വിഭാഗത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് ന്യൂസ് മലയാളമാണ്. കുറഞ്ഞ കാലയളവിനുള്ളിൽ 28 പോയിന്റ് നേടി മനോരമയ്ക്കും മാതൃഭൂമിക്കും തൊട്ട് പിന്നിലെത്തിയത് ചെറിയ കാര്യമല്ല. ബിഗ് ടി വി വരുന്നതോടെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാകാൻ പോകുന്നത് ഈ മധ്യനിര ചാനലുകളായിരിക്കും. ജനം ടി വി ഈ ആഴ്ച 24 പോയിന്റുകളോടെ 7ാം സ്ഥാനത്ത് എത്തിയതും ശ്രദ്ധേയമായൊരു കുതിപ്പാണ്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള പ്രേക്ഷകരെ നിലനിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. എന്നാൽ കൈരളി ടി വി, ന്യൂസ് 80 കേരളം എന്നിവർ റേറ്റിംഗിൽ ഏറെ പിന്നിലാണ്. ദേശീയ തലത്തിൽ വലിയ സ്വാധീനമുള്ള ന്യൂസ് 80 കേരളത്തിൽ 9ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് മലയാളം വാർത്താ വിപണിയിലെ കടുത്ത മത്സരത്തിന്റെ സൂചനയാണ്. ബിഗ് ടി വിയുടെ വരവ് കേവലം ഒരു പുതിയ ചാനലിന്റെ തുടക്കമല്ല, മറിച്ച് കേരളത്തിലെ വാർത്താവതരണ ശൈലിയെ തന്നെ പുനർനിർവചിക്കാനുള്ള ഒരു ശ്രമമാണ്. എന്തുകൊണ്ടാണ് ബിഗ് ടി വി ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്? ഓരോ ചാനലിലെ മികച്ച ഫേസ് വാല്യൂ ഉള്ള ആളുകളെയാണ് ബിഗ് ടി വി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സുജയ പാർവതിയെ പോലുള്ള ഒരാളെ ലഭിക്കുന്നത് ചാനലിന് വലിയൊരു വിഭാഗം പ്രേക്ഷകരെ തുടക്കത്തിലേ നൽകും. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും ഹൈ ഡെഫിനിഷൻ ഗ്രാഫിക്സും ബിഗ് ടി വിയുടെ പ്രത്യേകതയായിരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിലവിലുള്ള ശമ്പള ഘടനയെ മറികടക്കുന്ന രീതിയിലുള്ള ഓഫറുകളാണ് ബിഗ് ടി വി നൽകുന്നത്. ഇത് മറ്റ് ചാനലുകളിൽ നിന്നുള്ള വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കിന് കാരണമാകുന്നു. അടുത്ത ഏതാനും മാസങ്ങൾ മലയാളം വാർത്താ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ നാളുകളായിരിക്കും. ബിഗ് ടി വി വന്ന് ഒരു മാസം പിന്നിടുമ്പോൾ ബാക്ക് റേറ്റിംഗിൽ വലിയ അഴിച്ചുപണികൾ പ്രതീക്ഷിക്കാം. ഏഷ്യാനെറ്റിന്റെ 1ാം സ്ഥാനത്തിന് ഭീഷണി ഉണ്ടാകുമോ? റിപ്പോർട്ടർ ടി വിക്ക് തങ്ങളുടെ വളർച്ച തുടരാൻ കഴിയുമോ? 24 വീണ്ടും പഴയ ഫോമിലേക്ക് വരുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വരും ആഴ്ചകളിലെ കണക്കുകൾ പറയും. വാർത്തകൾ കാണുന്ന രീതിയിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് പ്രാധാന്യം നൽകുന്ന ബിഗ് ടി വി ടെലിവിഷൻ പ്രേക്ഷകർക്ക് പുറമെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെയും ലക്ഷ്യം വെക്കുന്നു. ഇത് പരസ്യ വരുമാനത്തിന്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തും. കേരളത്തിലെ വാർത്താ വ്യവസായം ഇപ്പോൾ ഒരു വിസ്ഫോടനത്തിന്റെ മുൻപിലാണ്. ബിഗ് ടി വി നൽകുന്ന ആഘാതം മറ്റ് ചാനലുകളെയും സ്വയം നവീകരിക്കാൻ പ്രേരിപ്പിക്കുമെന്നതിലും സംശയമില്ല. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെച്ചപ്പെട്ടതും വൈവിധ്യപൂർണവുമായ വാർത്താനുഭവങ്ങൾ ഇതിലൂടെ ലഭിച്ചേക്കാം. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് വലിയ ആകാംക്ഷ ഉണർത്തിയിരിക്കുന്ന ബിഗ് ടി വി അതിന്റെ സംപ്രേഷണം ആരംഭിക്കാനുള്ള അവസാന ഒരുക്കങ്ങളിലാണ്. ഔദ്യോഗികമായി ലോഞ്ച് തീയതി മാനേജ്മെന്റ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും 2026 ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ ചാനൽ സംപ്രേഷണം ആരംഭിക്കുമെന്നാണ് മാധ്യമ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ. നിലവിൽ ചാനലിന്റെ സോഷ്യൽ മീഡിയ പേജുകളും പ്രമോ വീഡിയോകളും സജീവമാണ്. ഇത് ലോഞ്ച് വളരെ അടുത്താണെന്നതിന്റെ വ്യക്തമായ
വ്യക്തമായി സൂചന നൽകുന്നു. കേവലം ഒരു വാർത്താ ചാനൽ എന്നതിലുപരി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെയും ഒരു സംഗമ ഭൂമിയായാണ് ബിഗ് ടി വി ഒരുങ്ങുന്നത്. സുജയ പാർവതിയെ പോലുള്ള ജനപ്രിയ അവതാരകരെ മുൻനിർത്തി വലിയൊരു പ്രേക്ഷക പങ്കാളിത്തം തുടക്കത്തിലെ ഉറപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. റിപ്പോർട്ടർ ടി വി, ഏഷ്യാനെറ്റ് ന്യൂസ്, 24 തുടങ്ങിയ മുൻനിര ചാനലുകളിൽ നിന്നുള്ള പരിചയസമ്പന്നരായ ഒരു വലിയ നിര തന്നെ ബിഗ് ടി വിയുടെ അണിയറയിലുണ്ട്. ഡിജിറ്റൽ ഫസ്റ്റ് എന്ന നയത്തിലൂന്നി ടെലിവിഷൻ സ്ക്രീനുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ശക്തമായ സാന്നിധ്യമാകാനാണ് ബിഗ് ടി വി ലക്ഷ്യമിടുന്നത്. നിലവിലെ ബാർക്ക് റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിനും 2-ാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ടി വിക്കും വലിയൊരു വെല്ലുവിളി ഉയർത്താൻ ബിഗ് ടി വിയുടെ വരവോടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ ബിഗ് ടി വിയുടെ ലോഞ്ച് കേരളത്തിലെ വാർത്താ സംസ്കാരത്തിന്റെ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടും.